നസ്രൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ വലിയ നേട്ടവും LDF-നുണ്ടായ വലിയ വീഴ്ചയും കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും അധികാരം ഇനി തങ്ങൾക്കായിരിക്കും എന്ന് അവർ കരുതുന്നു. അമിതമായി ആത്മവിശ്വാസവും തമ്മിൽ തല്ലും കോൺഗ്രസിന് ഒരുപക്ഷെ ഭരണം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം പോലും ഉണ്ടാവാം. ഇന്ന് ഞാൻ ആദ്യം ചെയ്ത വീഡിയോകളിൽ ഒന്നിൽ 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് അനുഭവം വ്യക്തമാക്കിയിരുന്നു. UDF-ന് അധികാരം പിടിച്ചെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയോടും UDF-ലെ മറ്റു ഘടകകക്ഷികളോടും വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇക്കാര്യങ്ങളാണ്. കോൺഗ്രസ് നേതാക്കൾ ആദ്യം തന്നെ പരസ്പരം ധാരണയിലെത്തുകയും മുഖ്യമന്ത്രി അടക്കമുള്ള പദവികളെക്കുറിച്ച് നിശ്ചയിക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും. അതിന്റെ പേരിലുള്ള തർക്കവും വഴക്കും UDF-ന്റെ സാധ്യതയെ അട്ടിമറിക്കരുത്. ഈ ചരിത്രപരമായ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരമാണ്. അത് ഇനിയുള്ള കാലവും തുടരുമെന്ന് തീർച്ച. പിണറായി എത്ര മുഖം മിനുക്കാൻ ശ്രമിച്ചാലും അതിൽ വിജയിക്കില്ല. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം ആത്മവിശ്വാസത്തോടെ തുടരുന്നതിനൊപ്പം അനാവശ്യമായി ആരെയും ഇങ്ങോട്ട് വലിച്ചു കയറ്റരുത് എന്നാണ്. KPCC പ്രസിഡന്റ് കേരള കോൺഗ്രസിനെ സ്വാഗതം ചെയ്തിരിക്കുന്നത് കണ്ടു. അത്തരമൊരു സാഹസത്തിന് മുതിരരുത്. കേരള കോൺഗ്രസ് ഇല്ലാതെ തന്നെ ഇത്രയധികം പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. കേരള കോൺഗ്രസ് വന്നാൽ ജോസഫുമായി ഭിന്നതയുണ്ടാവും. കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് നിരാശയുണ്ടാവും. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി തീക്കോയിക്കാരൻ സ്റ്റാൻലി ജോസഫ് എന്നോട് പറഞ്ഞത് ജോസ് കെ മാണി പോയപ്പോഴാണ് കോൺഗ്രസിന്റെ ശക്തി ശരിക്കും മനസ്സിലായതെന്നാണ്. ഞങ്ങൾക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി പോയതോടെ കോട്ടയം ഒലിച്ചു പോയ ഒരവസ്ഥയുണ്ടായിരുന്നു. മധ്യ തിരുവിതാംകൂർ, ഇടുക്കി, കോട്ടയം, ആലപ്പി എല്ലായിടത്തും കോൺഗ്രസ് തീർന്നത് ജോസ് കെ മാണി പോയതുകൊണ്ടാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസ് അതിന്റെ അടിത്തറ ശക്തമാക്കി എന്നുള്ളതല്ല, ഈ ആത്മാഭിമാനം വീണ്ടെടുത്തു കോൺഗ്രസ്. കോൺഗ്രസ് ഇവിടെ ഇത്ര വലിപ്പം കോൺഗ്രസുകാർക്ക് പോലും അറിയത്തില്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ വാദം. അതായിരുന്നു ഞാൻ അലമുറയിട്ട് എല്ലാ നേതാക്കളോടും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി. അതാരും അംഗീകരിക്കില്ല. കേരള കോൺഗ്രസ് ആണ് മാണിസാർ എന്ന് വേണ്ടി നടക്കായിരുന്നു. കാരണം ഞാനൊക്കെ സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന സമയത്ത് 31,000 വോട്ട് കോൺഗ്രസിനും 19,000 വോട്ട് കേരള കോൺഗ്രസിനുമായിരുന്നു. ആ അപ്രമായത്തും പുള്ളിക്കാരൻ MLA ആയതുകൊണ്ട് പുള്ളിയുടെ കയ്യിൽ 50 കൊല്ലം MLA സ്ഥാനം നിന്നുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇവരുടെ കീഴിൽ നിൽക്കേണ്ടി വന്നത്. അതുമാത്രമല്ല, ക്രെഡിബിലിറ്റി ഉള്ള ഒരൊറ്റ നേതാക്കന്മാരെ ബ്ലോക്ക് കോൺഗ്രസിലോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലോ കോൺഗ്രസ്സുകാർ വെക്കല്ല. KM മാണിയെ റിട്ടയർട്ട് ചെയ്യാൻ കഴിയില്ലാത്തതുകൊണ്ട്. അപ്പൊ ആ ഒരു യുദ്ധം ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൊ ഈ ഒരു അടി വരും എന്നുള്ളതുകൊണ്ട് KM മാണി എന്ത് ചെയ്യും, ലോക്കലില് ബോഡി ഇലക്ഷൻ വരുമ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴെല്ലാം ബാങ്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോഴെല്ലാം BJP-കാരുമായിട്ടും LDF-ഉമായിട്ടും ചെറിയ അണ്ടർസ്റ്റാൻഡിങ് വെക്കും. ഇപ്പൊ ഈ ജയം ഉണ്ടല്ലോ, ഇത്രയും UDF-ഉം കേരള കോൺഗ്രസും കൂടെ ഒന്നിച്ച് നിൽക്കുകയാണ് ഇത്രയും സീറ്റ് കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുകയല്ല. ഇവന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്നേരം എല്ലായിടത്തും കോൺഗ്രസിന് അഡീഷണൽ ആയിട്ടൊരു റിബലിനെ കൊണ്ടേ വെക്കും. എന്നിട്ട് അവർ BJP-ക്ക് കൊണ്ട് വോട്ട് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സുകാർ BJP-ക്കോ അല്ലെങ്കിൽ CPM-ന്റെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് കൊടുക്കും. കോൺഗ്രസിനെ അങ്ങ് തോപ്പിക്കും. എന്നിട്ട് കേരള കോൺഗ്രസ് അതീശത്വം കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ വൈരാഗ്യമാണ് ഇപ്പം ഇവനെ ചാടിച്ചു വിട്ട് കഴിഞ്ഞപ്പോഴും പാലയിലെ കോൺഗ്രസുകാർക്ക് ഒരു റിഗ്രറ്റും ഇല്ലായിരുന്നല്ലോ. കോട്ടയം ഒലിച്ചു പോയി, പൊക്കോട്ടെ എന്നാ പറയുന്നത്, ഒരു സങ്കടവും ഇല്ലായിരുന്നു. പാലയെ തൊടിയിക്കായിരുന്നു. ഇപ്പൊ സംഭവിച്ചതാ, പാലയിൽ നിന്ന് നിലംതൊടാ പോയി. ഇനി ഇപ്പൊ കണ്ടില്ലേ, 6 മണ്ഡലത്തിലാണ് 10 താഴെ വോട്ടിന് കോൺഗ്രസിന്റെ പോയിരിക്കുന്നത് പാല മുനിസിപ്പാലിറ്റിയിൽ. അതില് ആകെ കൂടി ഭൂരിപക്ഷം കിട്ടിയവനാണ് കേരള കോൺഗ്രസിന്റെ ആളാണിപ്പം ജോസ് കെ മാണിയെ തെറി വിളിച്ചത്. ഇത് മൊത്തം പോകുന്ന അവരും പറയുന്നു. അവരിൽ ഇപ്പൊ ഈ പറഞ്ഞ കേരള കോൺഗ്രസിന്റെ അണികൾക്കാർക്കും ഈ LDF ഭരണം വന്നപ്പം ഒരു റോളും ഇല്ല. എല്ലാം ലാലിച്ചൻ ജോർജ് CPM-കാര് നിയന്ത്രിക്കണം. CPM-കാര് പറയുന്നത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കേരള കോൺഗ്രസ് മറ്റേത് KM മാണി ഭരിക്കുന്നു, കേരള കോൺഗ്രസ്സുകാർ ഇവിടെ വരുന്നത് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നു, വില്ലേജ് ഓഫീസ് ഭരിക്കുന്നു, സിവിൽ സ്റ്റേഷൻ ഭരിക്കുന്നു. ഭയങ്കര സംവിധാനമില്ലായിരുന്നു. ഇപ്പൊ ഇവർക്ക് ഒരു റോളും ഇല്ല. അതുകൊണ്ട് ഈ കേരള കോൺഗ്രസിന്റെ അണികൾ മുഴുവൻ സ്വസ്ഥരാ. ഇപ്പൊ ജോസ് കെ മാണി ഇനി കോൺഗ്രസിലോട്ട് വന്ന കോൺഗ്രസ്സുകാര് ഇത് കാണിക്കല്ലേ, അപ്രകാരം കാണിക്കല്ലേ. അപ്പൊ അവര് ഘടകകക്ഷിയായിട്ട് നിൽക്കേണ്ടി വരും. മറ്റേ കേരള കോൺഗ്രസിന്റെ ഘടകകക്ഷി കോൺഗ്രസ് ആയിരുന്നു. ഇവിടെ ഇനിയിപ്പോ അത് നടക്കില്ല. അതാണിപ്പം വന്നിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ അതിന്റെ ആത്മാഭിമാനം
ഉള്ള കോൺഗ്രസ്സുകാരൊന്നിച്ച് സ്ട്രോങ് ആയിട്ട് ഫീൽഡിൽ വന്നു. ഞാൻ വളരെ കൃത്യമായിട്ട് വായിച്ചു. മേൽച്ചി പഞ്ചായത്തിലാണെങ്കിലും പാലായിലും മൺതൊല്ലിൽ എല്ലായിടത്തും കോൺഗ്രസിന്റെ പഴയ ആൾക്കാരും സജീവ ആൾക്കാരെല്ലാവരും പട്ടപടാന്ന് കളത്തില വോട്ട് പിടിക്കാൻ പോകുന്നു. എല്ലാവരും ഫീൽഡ് കയറി. ഇവിടെ ഓളമൊന്നും ഇല്ലായിരുന്നു. ഒരിടത്ത് ഓളം പെയ്യോ പ്രകടനം ഒന്നുമില്ലായിരുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. കോട്ടയത്തെ കോൺഗ്രസുകാരുടെ പൊതുവികാരമാണിത്. ജോസ് കെ മാണി ഇല്ലാതെ കോൺഗ്രസിന് കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞ ഈ സാഹചര്യം ഇനി ജോസ് കെ മാണിയെ വിളിച്ച് നഷ്ടപ്പെടുത്തരുത്. ഇതുപോലെ തന്നെയാണ് പി വി അൻവറിന്റെ കാര്യവും. അൻവർ 3 MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും ചോദിച്ചാണ് ആദ്യം ചർച്ചയ്ക്കിറങ്ങിയത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുമെന്ന് വെല്ലുവിളിച്ച് നിലമ്പൂരിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കുക കൂടി ചെയ്തു. എന്നിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് ഒന്നും സംഭവിച്ചില്ല. അൻവർ കഥാവിശേഷനായി. അതുകൊണ്ട് തന്നെ അൻവറിനെ പോലെ ഒരു തരത്തിലും UDF ഗുണം ചെയ്യാത്ത വർഗീയ വിഷവിത്തുകളെ സ്വീകരിക്കാൻ പാടില്ല. അൻവർ ഇല്ലെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ വോട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കുക. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു വർഗീയ കാളകൂട വിഷത്തെ കൂടെ ചേർത്ത് നിർത്തിയിരിക്കുന്നതാണ് പിണറായി വിജയന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് മനസ്സിലാക്കിയാലേ അൻവറിനെ അകറ്റി നിർത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയൂ. ദയവായി അൻവറിനെ പോലുള്ള കാളകൂട വിഷങ്ങളെ കോൺഗ്രസ് പാർട്ടി ചേർത്ത് നിർത്തരുത്, ഒരുമിപ്പിച്ചു കൊണ്ടുപോകരുത്. കേരള കോൺഗ്രസ് ഇല്ലാത്ത കോട്ടയത്തെ എത്ര ഭംഗിയായാണ് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ കർമ്മം നിറവേറ്റിയതെന്ന് തിരിച്ചറിയണം. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മൻ MLA ആയതിനു ശേഷം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്ന പരാതി ശക്തമായിരുന്നു. മണ്ഡലത്തിലെ സകല കോൺഗ്രസുകാരും പരാതിപ്പെട്ടപ്പോൾ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. അതൊരു ഷോക്ക് ട്രീറ്റ്മെന്റായി മാറുകയും ചാണ്ടിയുമ്മൻ തന്റെ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മനെ പോലെ കോട്ടയത്ത് സജീവമായി പ്രവർത്തിച്ച മറ്റൊരു നേതാവില്ല. അതിന്റെ റിസൾട്ടായിരുന്നു പുതുപ്പള്ളിയിൽ നേടിയ മഹാഭൂരിപക്ഷം. ചാണ്ടിയുമ്മന്റെ ഈ ഇടപെടലിനെ കുറിച്ച് സ്റ്റാൻലി പറഞ്ഞത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ പുതുപ്പള്ളിയില് ചാണ്ടിയുമ്മൻ എല്ലായിടത്തും വീട് കയറി ഭയങ്കര തരംഗമായി കേട്ടോ. അവന്റെ ആ ഒരു ഒറ്റ മണ്ഡലത്തിൽ മാത്രം ഇത് കൊട്ട ഒപ്പത്തിനൊപ്പം ബാക്കി കംപ്ലീറ്റ് പഞ്ചായത്തും തൂക്കിയെടുത്തു, പാമ്പാടിയിൽ ഉൾപ്പെടെ. അതും ഒരു സംഭവം. കോട്ടയം ജില്ലയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഇതുണ്ട്. വൈക്കം LDF കോട്ടയല്ലേ, അതും UDF പിടിച്ചു. യുവ നേതാക്കൾ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആർക്കും കോൺഗ്രസ് പാർട്ടിയെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ സകല നേതാക്കളോടും ആത്മാർത്ഥമായി ചാണ്ടിയുമ്മൻ കഷ്ടപ്പെട്ടതുപോലെ കഷ്ടപ്പെടാൻ പറയുക. റിസൾട്ട് ഉറപ്പാണ്. മൂന്നാമത്തേത് റാഡിക്കൽ ഇസ്ലാമിനോട് കോൺഗ്രസ് പാർട്ടി അകലം പാലിക്കുക എന്നതാണ്. നിർഭാഗ്യകരമായ ഒരു സംഗതി. റാഡിക്കൽ ഇസ്ലാമിനെയും മോഡറേറ്റ് ഇസ്ലാമിനെയും തിരിച്ചറിയാൻ കോൺഗ്രസ് പാർട്ടിക്ക് പലപ്പോഴും കഴിയുന്നില്ല. കണ്ണൂരിൽ ജയിച്ച റിജിൽ മാക്കുറ്റിയെ പോലെ ചിലരെങ്കിലും റാഡിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളായി കോൺഗ്രസ് പാർട്ടിയുടെ വിജയസാധ്യതയെ ഇല്ലാതാക്കുന്നുണ്ട്. ഒരുപക്ഷെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ അത് ഗുണം ചെയ്തെന്ന് വരാം. എന്നാൽ റാഡിക്കൽ ഇസ്ലാമിനോടുള്ള അമിതമായ വിധേയത്വം കോൺഗ്രസ് പാർട്ടിയെ തോൽപ്പിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. RSSനെതിരെ പ്രതികരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് SDPIക്കെതിരെ പ്രതികരിക്കാൻ എന്താ ഭയം എന്ന് പലരും ചോദിക്കുന്നത് പ്രസക്തമാണ്. വാസ്തവത്തിൽ SDPIയും വെൽഫെയർ പാർട്ടിയും അടക്കമുള്ള തീവ്ര ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ അകറ്റി നിർത്താൻ വെമ്പൽ കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ആ പാർട്ടിയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായത് KM ഷാജിയെ പോലുള്ളവർ മതമാണ് വലുത് എന്നൊക്കെ പറഞ്ഞത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ റാഡിക്കൽ ഇസ്ലാമിന്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു എന്ന് കണ്ടറിഞ്ഞ് തങ്ങൾക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ആത്മാർത്ഥമായ ഒരു നിലപാടായിരുന്നില്ല അത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത റാഡിക്കൽ ഇസ്ലാമിന്റെ തിരിച്ചടിയാണ്. ഈരാറ്റുപേട്ടയിലും മറ്റും SDPIക്ക് തിരിച്ചടി കിട്ടിയപ്പോൾ ലീഗാണ് അവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതും പോസ്റ്റർ പതിപ്പിച്ചതും. സ്റ്റാൻലി പറയുന്നത് ഇങ്ങനെയാണ്. SDPIക്ക് വന്നിരിക്കുന്ന തിരിച്ചടികളുണ്ട് കേട്ടോ. പത്തനംതിട്ടയിലാണെങ്കിലും ഈരാറ്റുപേട്ടയിലാണെങ്കിലും. ഈരാറ്റുപേട്ടയില് 2 ഇടത്ത് മാത്രമായിട്ട് ഒതുക്കി. ബാക്കിയുള്ളിടത്തെല്ലാം ഈ ലീഗുകാർ കൊണ്ടുപോയി ഇനി തീവ്രവാദം ഇവിടെ വേണ്ട SDPI ഞങ്ങൾ തൂക്കി എന്നൊക്കെ പറഞ്ഞ ഒരു ബാനർ വെച്ചു. ബൈ SDPI സുഡാപ്പി എന്ന അവര് എല്ലായിടത്തും ബാനർ ഫിറ്റ് ചെയ്ത്. ഇത് പച്ചപ്പടയാ. ഇനി SDPI ബൈ SDPI എന്നുള്ള വലിയ ബാനറുമായിട്ട് അവര് പ്രകടനം വരെ നടത്തിയത്. എന്ന് വെച്ചാൽ ലീഗിന് പോലും വേണ്ടാത്ത തീവ്ര ഇസ്ലാമിക ശക്തികളെ ഇനിയെങ്കിലും കോൺഗ്രസ് തള്ളിപ്പറയുക. SDPIയെ മാത്രമല്ല വെൽഫെയർ പാർട്ടിയെയും അകറ്റി നിർത്തേണ്ടത് കോൺഗ്രസ് പാർട്ടി അവരുടെ കടമയായി ഏറ്റെടുക്കണം. ഒരു കാര്യം കോൺഗ്രസ് നേതാക്കളോട് അടിവരയിട്ട് പറയട്ടെ. രാഷ്ട്രീയ സാഹചര്യം അടിമുടി മാറിയിരിക്കുന്നു. റാഡിക്കൽ ഇസ്ലാമെന്നോ മോഡറേറ്റ് ഇസ്ലാമെന്നോ വ്യത്യാസമില്ലാതെ സകല മുസ്ലിം വോട്ടർമാർക്കും ഇനി UDFനെ മാത്രമേ പിന്തുണയ്ക്കാൻ കഴിയൂ. നേരത്തെ UDF അല്ലെങ്കിൽ LDF എന്ന 2 ഓപ്ഷൻ ഇവിടുത്തെ റാഡിക്കൽ മുസ്ലിംസിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരമൊരു ഓപ്ഷൻ അവർക്കില്ലാതായി. CPMനെയും LDFനെയും വിശ്വസിക്കാൻ പാടില്ലെന്നും
അവർ വഞ്ചകരാണെന്നും റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ തിരിച്ചറിഞ്ഞു. അവർക്കിനി UDF മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ. റാഡിക്കൽ ഇസ്ലാമിക ചിന്താഗതിയുള്ളവരുടെ എണ്ണം കൂടുന്നു. അവരുടെ വോട്ട് നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ് ലീഗ് പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. ഇനി അവരുടെ മുമ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കോൺഗ്രസ് പാർട്ടിയും ലീഗും എത്ര മോഡറേറ്റ് സ്റ്റാൻഡ് എടുത്താലും റാഡിക്കൽ ഇസ്ലാമിക ചിന്താഗതിയുള്ളവർക്ക് UDF മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ. മാത്രമല്ല, മറുഭാഗത്ത് BJP ശക്തിപ്പെട്ടു വരുന്നു. കേരളത്തിലെ രണ്ടാമത്തെ വലിയ പ്രസ്ഥാനമായി BJP ഏറെ വൈകാതെ മാറും. CPM ഇല്ലാതായി തീരും. BJPക്കെതിരെ UDF പിന്തുണയ്ക്കല്ലാതെ മുസ്ലിം വോട്ടർമാരുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ റാഡിക്കൽ മുസ്ലിം വോട്ട് നഷ്ടപ്പെടുമോ എന്ന ഭയം ആവശ്യമില്ലാത്തതിനാൽ അവരെ കടിഞ്ഞാണിടാൻ, അവരുടെ പിടിവാശിക്ക് മുമ്പിൽ വഴങ്ങാതിരിക്കാനുള്ള തന്റെ ഇടം കോൺഗ്രസ് പാർട്ടി കാണിക്കണം. നേരത്തെ റാഡിക്കൽ ഇസ്ലാമിക് വോട്ടർമാർ CPM വോട്ട് ചെയ്യുമെന്ന് ഭയന്ന് വിട്ടുവീഴ്ച ചെയ്യേണ്ട സാഹചര്യം ഇപ്പോഴില്ല. ഇത്തരക്കാരുടെ ബദ്ധശത്രുക്കൾ BJP ആയതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ലാതെ വരും. അതുകൊണ്ട് തന്നെ അവരുടെ പിടിവാശിക്ക് വഴങ്ങാതെ അവരെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കും മുസ്ലിം ലീഗിനും കഴിയണം. SDP മാത്രമല്ല, വെൽഫെയർ പാർട്ടി പോലുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങളോടും അകലം കാണിച്ച് അതിശക്തമായ നിലപാടിൽ മതേതര പ്രതിച്ഛായ ലീഗും കോൺഗ്രസ് പാർട്ടിയും തെളിയിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അടിയന്തരമായി മാധ്യമ സ്ഥാപനങ്ങളോടും മാധ്യമ പ്രവർത്തകരോടുമുള്ള അതിര് കവിഞ്ഞ ഭയവും ബഹുമാനവും കോൺഗ്രസ് പാർട്ടി വേണ്ടെന്ന് വയ്ക്കണം. കോൺഗ്രസ് പാർട്ടിക്കും UDF അവരെ ഭയമാണ്, അമിതമായ വിധേയത്വമാണ്. ഈ മാധ്യമ ഭയം കൊണ്ടാണ് ഒരു പരിധിവരെ ജമാഅത്ത് ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയും ഒക്കെ അവർ പിന്തുണയ്ക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ജിഹുവയായ മീഡിയ വണിന്റെ പിന്തുണ പ്രതീക്ഷിച്ച് ദയവായി നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നിങ്ങൾ അവരെ എതിർത്താലും മീഡിയ വണിന് നിങ്ങളെ തള്ളിപ്പറയാൻ കഴിയില്ല എന്നതാണ്. 24 ന്യൂസും റിപ്പോർട്ടർ ചാനലുമൊക്കെ മാറി മാറി കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തിയിട്ടും കള്ളവാർത്തകൾ നിരന്തരം പറഞ്ഞുവിട്ടിട്ടും എന്തെങ്കിലും സംഭവിച്ചു UDF? അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരെ കടുത്ത നിലപാടെടുക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യാനുള്ള തന്റെ ഇടം കോൺഗ്രസ് പാർട്ടി കാണിക്കണം. ഈ മരം വിട്ട് തട്ടിപ്പുകാരുടെ ചാനലിൽ പോയി കോൺഗ്രസ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തന്നെ അശ്ലീല കാഴ്ചയാണ്. അവരോട് ഏറ്റുമുട്ടുകയും അകറ്റി നിർത്തുകയും ചെയ്തു വേണം ധീരത തെളിയിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യം കാക്കാൻ. റിപ്പോർട്ടർ പോലൊരു ചാനലിനെ എതിർത്തുകൊണ്ട് വേണം കോൺഗ്രസ് പാർട്ടി വിജയം കരസ്ഥമാക്കാൻ. ഈ 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയം ഉറപ്പാക്കാം. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, BJP ഒരു യാഥാർത്ഥ്യമാണ്, അവഗണിച്ചിട്ടൊരു കാര്യവുമില്ല. കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കുറഞ്ഞത് 10 സീറ്റെങ്കിലും നേടും. അതുകൊണ്ട് BJP എന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ അംഗീകരിച്ച മതിയാവൂ. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്ത്രപരമായ രാഷ്ട്രീയ നീക്കം നടത്തിയാൽ ഭരണത്തിൽ വരിക പ്രയാസമുള്ള കാര്യമല്ല. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാവണം നിങ്ങളുടെ യുദ്ധപ്രഖ്യാപനം. അതിനെ പിന്തുണയ്ക്കുന്ന എല്ലാ ദുഷ്ടശക്തികൾക്കെതിരെയും നിങ്ങൾ നിലപാടെടുത്തില്ലെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടും.